Hi friends, welcome to Design and Decor. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പേപ്പർ കൊണ്ടുള്ള ഫോട്ടോ ഫ്രെയിം ആണ്. അപ്പോൾ അതിന് നമുക്ക് ആവശ്യം ഇങ്ങനെ കളർ പേപ്പേഴ്സും പിന്നെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസും ആണ്. അത് നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ എടുക്കാവുന്നതാണ് കാർഡ്ബോർഡിൻ്റെ പീസ്. ഇപ്പം ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചാർട്ട് പേപ്പർ, പച്ച കളറുള്ള ഒരു ചാർട്ട് പേപ്പറാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ചാർട്ട് പേപ്പറിൽ ഒരു 8 സെൻറ്റിമീറ്റർ നമ്മൾ അടയാളപ്പെടുത്തുക. അപ്പോൾ ഈ 8 സെൻറ്റിമീറ്ററിൽ നമ്മൾ 2 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ, പിന്നെ 2 സെൻറ്റിമീറ്റർ, അങ്ങനെയാണ് ഈ 8 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഡിവിഷൻ വരുന്നത്. അങ്ങനെ ഒരു മൊത്തം 8 സെൻറ്റിമീറ്റർ നമ്മൾ നമ്മുടെ ചാർട്ട് പേപ്പറിൻ്റെ ഒരു വശത്ത് അടയാളപ്പെടുത്തുകയും അതിലൂടെ നീളത്തിൽ വരയ്ക്കുകയും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 8 സെൻറ്റിമീറ്റർ ആദ്യം അടയാളപ്പെടുത്തി, നടുവിലാണ് ഞാനിത് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ 2 സൈഡിലും നമ്മൾ 8 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുകയാണ്. എന്നിട്ട് ഈ മൂന്ന് പോയിന്റിനെ യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുകയാണ്. രണ്ട് സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വരക്കുന്ന ആ ഒരു വീതി എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്ററിൻ്റെ വീതിയാണ്. നമുക്ക് എത്ര വീതിയിലാണോ നമ്മുടെ ഫ്രെയിം വേണ്ടതെന്ന് വെച്ചാൽ ആ വീതി എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 2 സെൻറ്റിമീറ്റർ വീതിയുള്ള ഫ്രെയിം പീസുകളാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ 2 സെൻറ്റിമീറ്റർ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ 2 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ, ബാക്കി വരുന്ന 2 സെൻറ്റിമീറ്റർ, അങ്ങനെ മൊത്തം നമ്മളത് വരച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് 2 പീസ് വേണം, ഒരേപോലത്തെ 2 പീസ് വേണം. അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ ചെയ്തത് ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം ആ ലൈൻ വരച്ചതിലൂടെ നമ്മളിങ്ങനെ മടക്കി വെക്കുക. അപ്പോൾ ഒരു സ്കെയിൽ ഉപയോഗിച്ച് മടക്കുകയാണെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് കിട്ടും, ഇല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ ആ ഫസ്റ്റത്തെ 8 സെൻറ്റിമീറ്റർ അവസാനിക്കുന്നിടത്ത് നമ്മൾ കത്രിക വെച്ച് മുറിക്കുക. ഓക്കെ, അപ്പോൾ ഈ പീസ് നമുക്ക് ആ മടക്കിയതിലൂടെ ഈസി ആയിട്ട് മടക്കി വെക്കാൻ പറ്റും. അപ്പോൾ ശരിക്കും നമുക്കൊരു റെക്റ്റാങ്കിൾ പീസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ 2 അറ്റങ്ങൾ തമ്മിൽ യോജിക്കുന്നൊരു വശം വരുന്നുണ്ട്. ആ വശത്ത് നമ്മൾ പശ വെച്ചിട്ട് ഒട്ടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ശരിക്കും ഒരു റെക്റ്റാങ്കിൾ പീസ് അവിടെ കിട്ടും. നമ്മൾ വെയിറ്റിന് വേണ്ടി എന്തെങ്കിലും അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ അതവിടെ നന്നായിട്ട് അമർന്ന് ഉണങ്ങി കിട്ടിക്കോളും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പീസ് ഉണങ്ങിയിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ നേരത്തെ വരച്ച് വെച്ചതിലൂടെ അതേപോലത്തെ തന്നെ രണ്ടാമത്തെ പീസ് നമ്മൾ ഉണ്ടാക്കുകയാണ്. ഇനി നമ്മളിത് നമ്മുടെ ആദ്യം എടുത്തു വെച്ച നമ്മുടെ ആ കാർഡ്ബോർഡിൻ്റെ പീസും നമ്മൾ വെച്ച് നോക്കുക. അപ്പോൾ ഇച്ചിരി കൂടുതലുണ്ട്. ഇനി നമുക്ക് മറ്റ് 2 വശങ്ങളിലേക്ക് ആവശ്യമുള്ള പീസാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ബാക്കി വന്ന ചാർട്ട് പേപ്പറിൽ ഞാൻ ആദ്യം ആ അളവ് എത്ര നീളം വേണമെന്ന് വെച്ചാൽ ആ അളവ് ഞാൻ അടയാളപ്പെടുത്തിയെടുത്തു. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ
8 സെൻറ്റിമീറ്റർ നമ്മൾ അടയാളപ്പെടുത്തുക. ഡിവിഷനൊക്കെ സെയിം തന്നെ, 2 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ എന്നുള്ള നിലക്ക്. അപ്പോൾ അവിടെ എത്രയാണോ എടുത്തിട്ടുള്ളത് അത് തന്നെ നമ്മൾ ഇവിടെ എടുക്കാൻ പാടുള്ളൂ, അതിൽ വ്യത്യാസം വരാൻ പാടില്ല. ഓക്കെ, നമ്മൾ പോയിൻറ്റ്സ് അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഇനി നമുക്ക് ആ പോയിൻറ്റ്സിനെ മൂന്നിനെയും കൂടി കണക്ട് ചെയ്തിട്ട് ലൈൻ വരച്ചിടാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യണത് എന്താ വെച്ചാൽ ആ ഒരു സെൻറ്റിമീറ്ററിൻ്റെ വീതിയുള്ള ഒരു ഭാഗം എടുക്കുക. അതിനകത്ത് 2 സെൻറ്റിമീറ്റർ നമ്മൾ അടയാളപ്പെടുത്തുക, ഉള്ളിലേക്ക് 2 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുക. എന്നിട്ട് ആ 2 പോയിൻറ്റിനെ യോജിപ്പിച്ച് വരക്കുക. എന്നിട്ട് അത് താഴത്തോട്ടും അതുപോലെ തന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും നമ്മൾ ഒരു സ്ലോപ്പ് വരച്ചിടുക. അതായത് ഒരു ത്രികോണം തന്നെ, പക്ഷെ അതിൻ്റെ മുകൾ ഭാഗം കൂർത്തിട്ടല്ല, പരന്നിട്ടുള്ള ഒരു ത്രികോണം. നമ്മളിത് വെട്ടിക്കളയുമ്പോൾ ശരിക്കും അതിൻ്റെ ഷേപ്പ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്കെയിൽ വെച്ച് മടക്കി കൊടുക്കുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ മുകൾ വശവും അടിവശവും കൂടി യോജിക്കുന്ന ഭാഗത്ത് പശ വെച്ച് ഒട്ടിക്കുക. അപ്പോൾ നമുക്ക് നേരത്തെ പോലെ തന്നെ ഒരു പീസ് കിട്ടും, പക്ഷെ അതിൻ്റെ 2 സൈഡിലും ഒരു അങ്ങനെ ഒരു ചെത്തിയ പോലെ ഉണ്ടാവും. ഒരു സ്ലോപ്പായിട്ടുള്ള ഒരു എഡ്ജസ് ആയിരിക്കും ഇതിനുണ്ടാവുക. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ 2 പീസും അതുപോലെ തന്നെ നേരത്തെ ഉണ്ടാക്കിയ വലിയ 2 പീസും നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത് ഉണ്ടാക്കിയ പീസിൻ്റെ 2 ഭാഗത്തും എഡ്ജസ് അങ്ങനെ സ്ലോപ്പായിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ആദ്യം ഉണ്ടാക്കിയ പീസുകൾ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കറക്റ്റ് അവിടെ ഫിറ്റ് ആയിരിക്കും, കാരണം നമ്മൾ സെയിം അളവാണ് രണ്ടിലും എടുത്തിട്ടുള്ളത്. അളവിൽ വ്യത്യാസം വന്നാൽ അതവിടെ കറക്റ്റ് ഫിറ്റ് ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആ ചെറിയ പീസ് നമ്മളവിടെ ഒട്ടിച്ച് പിടിപ്പിക്കുകയാണ്. കാർഡ്ബോർഡിന്മേൽ ആ ചെറിയ പീസ് നമ്മൾ ഒട്ടിച്ച് പിടിപ്പിക്കുകയാണ് മുകൾ വശത്ത്. ഇനി വെച്ച് നോക്കിയിട്ട് അഡീഷണൽ വരുന്ന ഈ നീളത്തിലുള്ള പീസിൻ്റെ അഡീഷണൽ വരുന്ന എഡ്ജസ് നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ്, കാരണം നമുക്ക് അത്രയും ആവശ്യമില്ല. ഇനി നമ്മൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മറ്റേ ചെറിയ പീസ് നമ്മൾ താഴെ ഒട്ടിക്കുകയാണ്. നമ്മൾ ഈ ഒരു ഫ്രെയിമിൽ, ഈ ഒരു ഫോട്ടോ ഫ്രെയിമിൽ ഈ 2 എഡ്ജസ് മാത്രമായിരിക്കും ഒട്ടിച്ചിട്ടുണ്ടാവുക. മറ്റേത് 2 നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതായത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ഫോട്ടോയായാലും പോസ്റ്റേഴ്സ് ആയാലും ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റും. പെർമനൻ്റ്ലി ഫിക്സ് ആയിരിക്കില്ലത്. ഈ 2 ഭാഗം മാത്രമാണ് നമ്മളവിടെ ഒട്ടിച്ചു വെക്കുന്നുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് അവിടെ ഒട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്കി വരുന്ന 2 പീസുകൾ
നമ്മൾ ഈ രണ്ട് എഡ്ജസിലേക്കും വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതവിടെ കൃത്യമായിട്ട് ഇരുന്നോളും. ഒരു ലോക്ക് പോലെ അതവിടെ പ്രവർത്തിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ രണ്ട് വശത്തെ വലിയ ആ നീളത്തിൽ കാണുന്ന രണ്ട് വശങ്ങളും നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു വശത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് എങ്ങനെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു പോസ്റ്റർ വെക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു പിക്ചറാണ് ഞാൻ ഇതിനകത്ത് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തും അടിഭാഗത്തും ഇച്ചിരി കൂടുതലുണ്ട്. അപ്പോൾ അത് ഞാൻ മടക്കി വെക്കുകയാണ്. ഇനി ഇത് നമുക്ക് ഈ നമ്മൾ ഫിക്സ് ചെയ്യാത്ത രണ്ട് സൈഡിൻ്റെ ഉള്ളിലേക്ക് തള്ളി വെക്കാൻ പറ്റും. അപ്പോൾ അതവിടെ ഇരുന്നോളും. പുറത്തേക്ക് ചാടാത്ത രീതിയിൽ അതതിൻ്റെ ഉള്ളിൽ ഇരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ വശത്തും വെക്കാൻ സാധിക്കും. ഇത് ഫിക്സ് ചെയ്യുന്നവർക്ക് ഫിക്സ് ചെയ്യാം, അല്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഫിക്സ് ചെയ്തെന്താ വെച്ചാൽ പിന്നെ അതൊന്നും മാറ്റാൻ പറ്റില്ല. ഇതാകുമ്പോൾ നമുക്ക് കുറേ കഴിയുമ്പോൾ നമുക്ക് ഈ പിക്ചർ മാറ്റി വേറെ വല്ല പിക്ചറും വെക്കണമെങ്കിലൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. ഫ്രെയിം മാറ്റേണ്ടി വരില്ല. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസൊക്കെ നിങ്ങൾക്ക് കമൻറ്റിലിടാം. Okay, thank you.